ഇന്ന് നമുക്ക് നല്ല ടേസ്റ്റുള്ള ഒരു ചെമ്മീൻ കറി വയ്ക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു പാനിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് അതിലേക്ക് തക്കാളി, ചുവന്നുള്ളി, ഇഞ്ചി, പിന്നെ 2-3 അല്ലി വെളുത്തുള്ളി ചതച്ചത്, കറിവേപ്പില, പിന്നെ നമ്മുടെ എരിവിനനുസരിച്ച് പച്ചമുളക്, ഇതെല്ലാതും ഒന്ന് വഴറ്റിയെടുക്കുക. കുറച്ച് ഉപ്പിട്ടിട്ട് വഴറ്റിയെടുത്താൽ അത്രയും നല്ലത്. അപ്പോൾ അതിൽ ഉപ്പൊക്കെ ഒന്ന് പിടിക്കും. എന്നിട്ട് ആ തക്കാളിയൊക്കെ ഒന്ന് ഉടഞ്ഞ് വരണ പരിവാകുമ്പോൾ അതിലേക്ക് നമുക്ക് പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം. മീൻകറിക്ക് സാധാരണ നമ്മളിടണ മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി അതൊക്കെ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. ആ പൊടികളിലെ പച്ചമണം മാറണ വരെ നന്നായി വഴറ്റി തക്കാളിയൊക്കെ ഒന്ന് ഉടഞ്ഞ് വരണ പരിവാവണ വരെ നന്നായിട്ട് ഇളക്കി കൊടുക്കുക. എന്നിട്ട് അതിലേക്ക് ഞാനിവിടെ വാളംപുളിയാണ് ഉപയോഗിക്കുന്നത്. വാളംപുളി ആവശ്യത്തിന് പുളി അനുസരിച്ചിട്ട് ഒഴിച്ചു കൊടുക്കാം. ഇപ്പോൾ തന്നെ അതിൽ എത്ര മീൻകറിയുടെ കൺസിസ്റ്റൻസി അനുസരിച്ച് നിങ്ങൾക്ക് ചിലർക്ക് തിക്കുള്ളതാവും ഇഷ്ടം, ചിലർക്ക് വെള്ളം പോലെയുള്ളതാവും ഇഷ്ടം. അതിനനുസരിച്ചിട്ട് വെള്ളം വയ്ക്കുക. എന്നിട്ട് ആ കറി തിളച്ച് കഴിഞ്ഞാൽ അതിലേക്ക് നമ്മൾ ക്ലീൻ ചെയ്ത് വെച്ചിരിക്കണം നമ്മുടെ ചെമ്മീൻ ഇട്ട് കൊടുക്കുക. ആ കറി ഒന്ന് വറ്റി ഒന്ന് പാകമായി വരുമ്പോൾ അതിലേക്ക് തേങ്ങാപ്പാൽ, നല്ല കട്ടിയുള്ള തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കുക. തേങ്ങാപ്പാൽ ഒഴിച്ചു കഴിഞ്ഞാൽ പിന്നെ തിളയ്ക്കാൻ പാടില്ലല്ലോ, പിരിയുമല്ലോ. അതുകൊണ്ടൊന്ന് ചൂടായി കഴിഞ്ഞ് ഓഫ് ചെയ്യുക. പിന്നെ സാധാരണ നമ്മൾ മീൻകറി താളിക്കണ പോലെ ചുവന്നുള്ളിയും അതുപോലെ കറിവേപ്പിലയും കൂടെ വെളിച്ചെണ്ണയിൽ നന്നായി മൂപ്പിച്ചിട്ട് അതിലേക്ക് ഒഴിക്കാം. എനിക്ക് നല്ല ഇഷ്ടമുള്ളൊരു മീൻകറിയാണ്, അതുകൊണ്ട് ഞാൻ അവിടെ ഷെയർ ചെയ്തു എന്നുള്ളൂ.